ഓക്കെ, ഇനി 7th ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇത് ആക്ച്വലി 3 dimensional geometry എന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താണ്? ദ ലൈൻ പാസസ് ടു പോയിന്റ് -3,5,2. ഒരു ലൈൻ എന്തുണ്ട്? -3,5,2 പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ലൈൻ വരച്ചിട്ടോ. ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? -3,5,2 പാസ് ചെയ്യുന്നുണ്ട്. -3,5,2 -3,5,2 and makes equal angle with a positive coordinate axis. അപ്പൊ പോസിറ്റീവ് കോർഡിനേറ്റ് എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഈക്വൽ ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലൈനെ എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും, വൈയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയും, സെഡുമായിട്ട് ആംഗിൾ ഗാമിയല്ലേ അല്ലെ? അതെല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമി ആവില്ലേ അല്ലെ? അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഈ കാണുന്ന ലൈനെ എക്സ് ആക്സുമായിട്ട് കോർഡിനേറ്റ് എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ കോർഡിനേറ്റ് എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും ബീറ്റും ഗാമിയും. അപ്പൊ ഈ ആൽഫയും ബീറ്റും ഗാമി എന്താണ്? ഈക്വൽ ആണ്. അവിടെ ആൽഫയും ബീറ്റും ഗാമി ഈക്വൽ ആണെങ്കിലേ കോസ് ആൽഫയും കോസ് ബീറ്റും കോസ് ഗാമി ഈക്വൽ ആവൂലേ? കോസ് ആൽഫയും കോസ് ബീറ്റും കോസ് ഗാമ എന്താണ്? ഈക്വൽ ആണ്. കോസ് ആൽഫയും കോസ് ബീറ്റും കോസ് ഗാമയും ഈക്വൽ ആണെങ്കിൽ എന്താ ഡയറക്ഷൻ റേഷ്യോ വരിക? ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാലേ ഡയറക്ഷൻ കൊസൈൻസിന്റെ റേഷ്യോ അല്ലേ? ഡയറക്ഷൻ കൊസൈൻസ് ആരാ? കോസ് ആൽഫയും കോസ് ബീറ്റും കോസ് ഗാമ അല്ലേ? അപ്പൊ അതിന്റെ റേഷ്യോ എന്ത് വരിക? കോസ് ആൽഫ ഈസ് ടു കോസ് ബീറ്റ ഈസ് ടു കോസ് ഗാമ അല്ലെ? പക്ഷേ ഈ കോസ് ആൽഫയും കോസ് ബീറ്റും കോസ് ഗാമയും ഈക്വൽ അല്ലേ? ഈക്വൽ ആകുമ്പോൾ എല്ലാം കട്ട് ചെയ്യാലോ. കട്ട് ചെയ്ത 1:1:1 ആവില്ല വരിക അല്ലെ? അപ്പൊ ഡയറക്ഷൻ റേഷ്യോ എന്താണ്? 1:1:1 ആണ് അല്ലെ? കാരണം കോസ് ആൽഫയും കോസ് ബീറ്റും കോസ് ഗാമയും സെയിം ആണ്. അപ്പൊ സെയിം ആയി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത 1:1:1 അല്ലേ? 1:1:1 ആണെങ്കിലേ അതിന് പാരലൽ വെക്ടർ എന്താ? എടാ ഡയറക്ഷൻ റേഷ്യോ 1:1:1 ആണെങ്കിലേ വെക്ടർ എന്താ? 1i + 1j + 1k അല്ലേ വരിക? കിട്ടി അല്ലെ? അങ്ങനെയെങ്കിൽ എന്താ ലൈൻ്റെ ഇക്വേഷൻ? എടാ പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ വെക്ടർ ഇല്ലേ? പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ വെക്ടറിന്റെ ലൈൻ്റെ ഇക്വേഷൻ എന്താ? x - x1 x - 1 -3 അല്ലേ? ബൈ a y - y1 y - y/b z - z1 ബൈ c. ഇതല്ലേ ലൈൻ്റെ ഇക്വേഷൻ വരിക? അത് കിട്ടി. നമുക്ക് അറിയുന്ന കാര്യം തന്നെ, അറിയാത്ത ഒരു കാര്യം അവിടെ യൂസ് ചെയ്തില്ല അല്ലെ? ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? ഇത് ഡിസ്റ്റൻസ് ഓഫ് L ഫ്രം ദ പോയിന്റ് ഈസ് √14,3 അല്ലെ? അതായത് ഈ ലൈൻ ഞാൻ വരച്ചു. ഈ ലൈൻ ഞാൻ ഇവിടെ വരച്ചു. ആ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? x + 3/1 അല്ലെ? x + 3 ഈക്വൽ ടു y - y ഈക്വൽ ടു z - 2. ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആരാ? -2 r1 -2 r1 ഈ -2 r1 എന്ന പോയിന്റിന്ന് ഈ കാണുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് എത്രയാ? √14/3 അല്ലേ? √14/3. അങ്ങനെ എന്ത് കാണുക വെച്ചത്? ദ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ആർ അല്ലെ? ആറിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും സം കാണും. എങ്ങനെയാണ് നമ്മൾ പഠിച്ചാൽ? ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡിസ്റ്റൻസ് √14/3 ആണെങ്കിലേ ആ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കാണണം? ഈ പോയിന്റ് കാണണ്ടേ? ആ പോയിന്റ് അറിയില്ലല്ലോ. അറിയാത്ത പോയിന്റ് എപ്പോഴും നമ്മൾ പാരാമെട്രിക് ഫോം എടുക്കണ്ടേ? എന്താ പാരാമെട്രിക് ഫോം? ലാംഡ കൊടുക്കുക അല്ലെ? ലാംഡ കൊടുത്താലേ x + 3 ലാംഡ അല്ലേ? x + 3 ലാംഡ x ആരാ? ലാംഡ - 3 അല്ലേ? അല്ലെ? y - y ലാംഡ അല്ലേ? സോ y എന്താ? ലാംഡ + y അല്ലേ? അല്ലെ? z - 2 ലാംഡ അല്ലേ? അപ്പൊ z എന്താ? ലാംഡ + 2 അല്ലേ? ഇത് നമ്മൾ ചെയ്തെന്താ? ഇനി ചെയ്ത് എല്ലാവർക്കും ഓർമ്മ. നമ്മൾ ഫൂട്ട് കാണുന്ന അതേ മെത്തേഡ് കേട്ടോ അല്ലെ? ഇയാളെ ഞാൻ പി എന്നും ഇയാളെ എഫ് എന്ന് വിളിച്ചാലേ എന്താ PF ബാർ വരിക? സെക്കൻഡ് മൈനസ് ഫസ്റ്റ് അല്ലേ? എന്താ വരിക? ലാംഡ - 3 - 2 ലാംഡ -1 അല്ലേ? ലാംഡ -1 i അല്ലെ? പിന്നെയോ ലാംഡ + y - r ലാംഡ + y - r j. പിന്നെയോ ലാംഡ + 2 - 1 ലാംഡ + 1 അല്ലേ? k. ഇതാണ് PF ബാർ എന്ന് വരിക അല്ലെ? ഇനി ഈ ലൈനിന്റെ പാരലൽ വെക്ടർ ആരാ? പാരലൽ വെക്ടർ നമ്മൾ താഴെ കാണുന്ന ആൾക്കാരല്ലേ? താഴെ ഇവിടെ 1 1 1 അല്ലേ? ആ പാരലൽ വെക്ടർ ആരാ? 1i + 1j + 1k. ഇനി നിങ്ങൾ പറ, ഇതല്ലേ PF ബാർ എന്ന വെക്ടർ? ഇതല്ലേ പാരലൽ വെക്ടർ? രണ്ടും നമ്മൾ ആംഗിൾ 90 അല്ലേ? അല്ലെ? രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആംഗിൾ 90 ആണെങ്കിൽ ഡോട്ട് എടുത്ത 0 ഇട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ട് ഡോട്ട് എന്താണ്? 0. എന്ത് ഡോട്ട് വരിക? ലാംഡ - 1 × 1 ലാംഡ - 1 അല്ലേ? അല്ലെ? ലാംഡ + 5 - r × 1 എന്താ? ലാംഡ + 5 - r അല്ലേ? ലാംഡ + 1 എന്താ? ലാംഡ + 1 അല്ലേ? ഇതെന്താണ്? 0 ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായി? ലാംഡ + ലാംഡ 3 ലാംഡ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴേ ലാംഡ + ലാംഡ 2 ലാംഡ 2 ലാംഡ + ലാംഡ 3 ലാംഡ അല്ലേ? അല്ലെ? ഈ -1 + 1 പോവും അല്ലെ? പിന്നെ 5 -r ഇങ്ങോട്ട് +r ആവൂലേ? അല്ലെ? 5 ഇങ്ങോട്ട് പോയ -5 ആവൂലേ? അപ്പൊ ലാംഡ ആരാ? r - y/3 അല്ലേ? ലാംഡ ആരാ? r - y/3 അല്ലെ? അങ്ങനെയെങ്കിൽ പി ആരാ? -2 r1 അല്ലേ? അല്ലെ? എടാ
ഈ കാണുന്ന എഫ് ആരാ? ലാംഡ മൈനസ് 3. ലാംഡ ആരാ? ആർ മൈനസ് വൈ ബൈ 3 മൈനസ് 3 അല്ലേ? ലാംഡ പ്ലസ് വൈ, ലാംഡ ആരാ? ആർ മൈനസ് വൈ ബൈ 3 അല്ലേ? പ്ലസ് 5 അല്ലേ? പിന്നെ ലാംഡ പ്ലസ് 2 എങ്ങനെ? ലാംഡ ആരാ? ആർ മൈനസ് വൈ ബൈ 3 പ്ലസ് 2 അല്ലേ? ഇതാണ് എഫ് അല്ല. അപ്പൊ എഫ് ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആക്കി ചെറുതാക്കി എന്ത് തരിക? എഫ് ഈക്വൽ ആർ മൈനസ്, ഇത് മൈനസ് 9 ആർ മൈനസ് 14/3 അല്ലേ? ഇതോ ആർ, ഇത് 15 ആണ്. അപ്പൊ ആർ പ്ലസ് 10/3. ഇതോ ആർ, ഇത് 6 മൈനസ് ആർ പ്ലസ് 1/3 അല്ലേ? അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന പി എന്ന പോയിന്റും ഈ കാണുന്ന എഫ് എന്ന പോയിന്റും നമ്മൾ ഡിസ്റ്റൻസ് അല്ലേ വരിക? അല്ലെ, ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ പോലെ പി കാണുന്ന പിയും എഫ് നമ്മുടെ ഡിസ്റ്റൻസ് ആണെന്ന് റൂട്ട് 14/3. എന്താ ഡിസ്റ്റൻസ് വരിക? റൂട്ട് ഓഫ് ഇതേ മൈനസ് ഇതിന്റെ സ്ക്വയർ, ഡിസ്റ്റൻസ് ഫോമിൽ. അപ്പൊ എന്താ? ആർ മൈനസ് 14/3 മൈനസ് 1 മൈനസ് 2 പ്ലസ് 2 അല്ലേ? ഹോൾ സ്ക്വയർ. പിന്നെയോ ആർ പ്ലസ് 10/3 മൈനസ് ആറിന്റെ സ്ക്വയർ, ആർ പ്ലസ് 10/3 മൈനസ് ആറിന്റെ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1/3 മൈനസ് 1 സ്ക്വയർ അല്ലേ? ആർ പ്ലസ് 1/3 മൈനസ് 1 സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്താണ്? റൂട്ട് 14/3 അല്ലേ? അവിടെ ഇവിടെ അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? ആറ് മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പൺ ആക്കി എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ കിട്ടൂലേ? അവിടെ ഇവിടെ അൺനോൺ ആയിട്ട് ആറ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഓപ്പൺ ആക്കി നമുക്ക് എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ കിട്ടൂലേ? അപ്പൊ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കണം. ഇവിടെ അത് സോൾവ് ചെയ്ത് സമയം കളയുന്നില്ല. ഇത് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക ആർ ഈക്വൽ 3ഉം 7ഉം ആണ് അല്ലെ? ചോദിച്ച സം ഓഫ് വാല്യൂസ് ഓഫ് ആർ അല്ലേ? അപ്പൊ 3 + 7 എന്താ? 10 ആണ്. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ വൃത്തിയായി ശ്രദ്ധിക്കട്ടോ. വെറുതെ കാൽക്കുലേഷൻ എക്സ്ട്രാ സ്റ്റെപ്പ് ഒന്നും ചെയ്യുന്നില്ല, ചെയ്ത് നോക്കുക. കിട്ടിയ എന്താ? 3ഉം 7 ആണ്. ഓക്കെ.